നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറി തയ്യാറാക്കിയെടുക്കാനായി ഞാനിവിടെ 1/2 കിലോയോളം മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യമായ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. ഒട്ടും തന്നെ താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ടൻ കറി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് വേവിക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും നല്ലതുപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചതും 1 മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോയോളം മട്ടനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിയുടെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് തക്കാളിയോ പച്ചമുളകോ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് മട്ടൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മുളകൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് നമ്മുടെ വെളുത്തുള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വഴറ്റിയെടുത്ത മുളക് പൊടി നമുക്ക് മട്ടൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കി ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില കൂടി ആഡ് ചെയ്യാം. നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. തീർച്ചയായും നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ടേക്ക് കെയർ. ബൈ ബൈ.